വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ ആൻഡ് അനാർക്കലി. അപ്പോൾ അനാർക്കലി കുറേ പേര് മെസ്സേജ് അയച്ചിരിക്കുന്നു, അനാർക്കലിയെ കൊണ്ട് വാർത്ത വായിപ്പിക്കണം എന്നാണ് പറയുന്നത്. അനാർക്കലി ഈ സ്റ്റേഷൻ വിട്ടു പോകും മുമ്പ് നമ്മൾ വാർത്ത വായിപ്പിച്ചിരിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്, അങ്ങനെ ആ വാർത്തയൊന്ന് വായിച്ചിട്ട് വരാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ED ആക്രമണ കേസ് പ്രതികളുടെ മ്യൂസിയം സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പോലീസിനെതിരെ ED. അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് പോലീസ് മേധാവിക്ക് ED അഡീഷണൽ ഡയറക്ടർ കത്തയക്കും. ഉന്നത സ്വാധീനങ്ങൾ വ്യക്തമാക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നും കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനായിരുന്നു റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതെന്നും ED വ്യക്തമാക്കുന്നു. എറണാകുളത്തു നിന്നും ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഇപ്പോൾ ED കുറച്ച് കലിപ്പിലാണെന്ന് തോന്നുന്നു അല്ലേ? കലിപ്പങ്ങനെ വരാതിരിക്കും. ED ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് ഊഞ്ഞാലാട്ടുന്നു എന്ന മട്ടിലാണ് വാർത്തകളൊക്കെ പുറത്തു വന്നത്. പോലീസ് ഊഞ്ഞാലാട്ടിയില്ലെങ്കിലും പോലീസിന്റെ ഊഞ്ഞാലിൽ കയറി ഊഞ്ഞാലാടി ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ EDക്ക് അതിർത്തിയുണ്ട്. അതിർത്തി ഔദ്യോഗികമായി അറിയിക്കാനാണോ തീരുമാനം? ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ, അനാർക്കലി. എന്തായാലും ഇതിൽ വലിയ കലിപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവരുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ഈ പ്രതികളുടെ ഓണാഘോഷമാണ് വലിയ വിവാദമായിരുന്നത്. ഊഞ്ഞാലാടിയും ചെണ്ട കൊട്ടിയും റീൽസും എടുക്കൊക്കെ തന്നെ അവർ തകർക്കുകയായിരുന്നു. അങ്ങനെ അത് റീൽസ് പ്രചരിപ്പിച്ചു. ഇതൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുമുണ്ട്. അതിലാണ് ഇപ്പോൾ അവർ പോലീസിനെതിരെ വലിയ രീതിയിൽ തന്നെ രംഗത്ത് ിക്കുന്നത്. അവർ പ്രധാനമായും EDയുടെ അഡീഷണൽ ഡയറക്ടർ ഒരു കത്ത് പോലീസ് മേധാവിക്ക്, അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ED പറയുന്നത് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ തങ്ങൾക്ക് വലിയ അതിർത്തിയാണ് ഉള്ളതെന്നുള്ളതാണ്. അതായത് ഇതിനകം തന്നെ ഈ മുതിർന്ന നേതാക്കളിലേക്ക്, അതായത് സംസ്ഥാന നേതാക്കളിലേക്കൊക്കെ തന്നെ അന്വേഷണം പോകേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ പോയിട്ടില്ല. പാതി വഴിയിൽ നിലച്ച നിലയിലാണ് ഈ അന്വേഷണം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. ഇതോടൊപ്പം തന്നെയാണ് ഈ പ്രതികൾ ചിത്രീകരിച്ച റീൽസ് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇപ്പോൾ ED ശ്രമിക്കുന്നത്. അതിൽ പ്രധാനമായി ഉന്നത സ്വാധീനം വ്യക്തമാക്കാൻ വേണ്ടിയാണ് പ്രതികൾ ഇത്തരത്തിൽ റീൽസ് ചിത്രീകരിച്ചത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ കൂടിയാണ് ഈ റീൽസ് എന്നൊരു വിലയിരുത്തൽ കൂടി ED നടത്തുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ തന്നെ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും, അതായത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷി ചേർന്നിരുന്നതാണ്. എന്നാൽ അതിനപ്പുറമുള്ള എന്തെങ്കിലും നടപടി ഈ കേസിൽ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടും. ഓക്കെ, താങ്ക് യു ശരൺ. ശരണാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശരൺ. അപ്പോൾ സംഭവം ED കലിപ്പിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.